മക്കളെ +1 അലോട്ട്മെന്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 16, 17 തീയതികളിലായിട്ട് ഈ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടവർ 16, 17 തീയതികളായിട്ട് അഡ്മിഷൻ എടുക്കണം. പിന്നെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആണ് അല്ലെ. ഒരുപാട് കുട്ടികളുണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്നത്. അത് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടാത്തവർ, ഇഷ്ടപ്പെട്ട സബ്ജക്ട് കോമ്പിനേഷനിൽ കിട്ടാത്തവർ, ഇവരൊക്കെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജൂലൈ 19 ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അപേക്ഷ ക്ഷണിക്കുന്നത്. അത് ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ വേറെ സ്കൂളിൽ വേറെ സബ്ജക്ട് കോമ്പിനേഷനിലേക്ക് ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ അതേ സ്കൂളിൽ വേറെ സബ്ജക്ട് കോമ്പിനേഷനിലേക്ക് ട്രാൻസ്ഫർ ആവാം. ഇതൊക്കെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ ഉള്ളതാണ്. ജൂലൈ 19 അപേക്ഷ ക്ഷണിക്കും. ഓക്കെ, ജൂലൈ 19. ജൂലൈ 25 ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലിസ്റ്റ് വരും. ഇപ്പൊ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലിസ്റ്റ് വന്നാൽ ഉടനെ തൊട്ടടുത്ത ദിവസം അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്നത് സ്പോട്ട് അഡ്മിഷൻ. ഇതൊക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റ്. എന്നാലും കുഞ്ഞുമക്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. എന്നിട്ടും അഡ്മിഷൻ കിട്ടാത്ത മക്കൾ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും വരിടാണ്ട. നിങ്ങൾക്ക് എന്തുണ്ട്, സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കണം. ന്യൂസ് പേപ്പറിലാണ് അത് എന്ത് ചെയ്യുക പറയാം. ഓരോ സീറ്റിലെയും സ്കൂൾ വേക്കൻസികൾ അവരെന്ത് ചെയ്യും, ഇതിൽ പ്രസിദ്ധീകരിക്കും, ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, സൈറ്റിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ പേപ്പറിലും ഉണ്ടാവും. അപ്പൊ പേപ്പറൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക. ജൂലൈ 31 മുൻപായിട്ട് എല്ലാ അഡ്മിഷനും കംപ്ലീറ്റ് ആകണമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 31. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കണം, പേപ്പർ നോക്കുക. ഒരാൾക്ക് പോലും അഡ്മിഷൻ കിട്ടാതിരിക്കില്ല, അത് ഉറപ്പാണ്. ഒരാൾക്കും അഡ്മിഷൻ കിട്ടാതിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടിയില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സബ്ജക്ട് കോമ്പിനേഷൻ കിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ ജൂലൈ 31 മുമ്പ് എല്ലാ അഡ്മിഷനും ക്ലോസ് ചെയ്യും. മക്കൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഡേറ്റ് വന്നാൽ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. പേപ്പറൊക്കെ ന്യൂസ് പേപ്പറൊക്കെ ഡെയിലി നോക്കുക. അതിൽ എന്ത് ചെയ്യുക, വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം.